എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. 3 വീഡിയോസാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ചെറുത്, പണി ഏറ്റവും കുറവുള്ളത് ഇന്ന് ചെയ്യുകയാണ്. ധ്രുവൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കൈലാസ എക്സ്പോസ്ഡ്. വിജയ് മല്യയുടെ 4 മണിക്കൂറോളമുള്ള പോഡ്കാസ്റ്റ് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിജയ് മല്യയുടെ ആ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ട് ധ്രുവ് ചെയ്ത വീഡിയോയുടെ മലയാള പരിഭാഷയും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ചാനലിന് ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ വലിയൊരു റിസർച്ച് ടീം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പല വീഡിയോസും ഹിന്ദിയിലായതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽസ് വെച്ച് കാണുന്നതിലുള്ള ബുദ്ധിമുട്ടിനെ പരിഗണിച്ചും അതേപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതിനുമൊക്കെ വേണ്ടിയായിരിക്കാം കൂടുതൽ ആളുകൾ ഈ വീഡിയോസ് മലയാള പരിഭാഷയ്ക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വീഡിയോസിന് നല്ല പിന്തുണ ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ തുടർന്നുകൊണ്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധ്രുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് കടക്കുകയാണ്. വീഡിയോടൊപ്പം സ്ക്രീൻഷോട്ട്സ് ആഡ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. വിജയ് മല്യ, നീരവ് മോദി, ഈ പേരുകളൊക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. കോടാനുകോടികൾ തട്ടിപ്പ് നടത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് മുങ്ങിയ വമ്പൻ സ്രാവുകൾ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ തട്ടിപ്പ് നടത്തി രാജ്യം വിടുക മാത്രമല്ല വിദേശത്ത് പോയി സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുകയാണെങ്കിലോ. കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇത് സിനിമയല്ല, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ലോകം തന്നെ അമ്പരന്ന് പോയ ഒരു സംഭവമാണ്. ആ രാജ്യത്തിന്റെ പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കൈലാസ. സ്വയം പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രം. വെറും ഒരു പേരല്ല, ആ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടനയുണ്ട്, സ്വന്തമായ ഒരു പതാകയുണ്ട്, പാസ്പോർട്ടുണ്ട്, ദേശീയ ചിഹ്നമുണ്ട്, എന്തിന് സ്വന്തമായ ഒരു ദേശീയ ഗാനം വരെയുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരാളാണ്. സ്വയം ദൈവമെന്ന് അവകാശപ്പെടുന്ന, അത്ഭുത സിദ്ധികളുണ്ട് എന്ന് പറയുന്ന, എന്നാൽ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ഒരു കള്ളസ്വാമി. പേര് സ്വാമി നിത്യാനന്ദ. ഇയാളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വരുന്ന സ്വന്തം ഭക്തരെ മാത്രമല്ല, സാക്ഷാൽ ഐക്യരാഷ്ട്ര സഭയെ വരെ ഇയാൾ കബളിപ്പിച്ചു. അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാഷ്ട്രീയക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ആമസോൺ കാടുകളിലെ ഗോത്രവർഗ്ഗക്കാരെ വരെയും ഇയാൾ പറ്റിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, ലോകം കണ്ട ഏറ്റവും വലുതും വിചിത്രവുമായ ആത്മീയ തട്ടിപ്പാണിത്. അപ്പോൾ ആരാണ് ഈ നിത്യാനന്ദ? എങ്ങനെയാണ് അയാൾ ഇത്ര വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? എവിടെയാണ് ഈ പറയുന്ന കൈലാസ എന്ന രാജ്യം? ഈ വീഡിയോയിൽ നമുക്ക് ഈ അവിശ്വസനീയമായ കഥയുടെ ചുരുള് കളയിക്കാം. ഒരു ആൾ ദൈവത്തിന്റെ ഉദയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ കഥ തുടങ്ങേണ്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. 1978 ജനുവരി 1 അരുണാചലം രാജശേഖരൻ എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെ നിത്യാനന്ദയുടെ അവകാശവാദം അനുസരിച്ച് 10ാമത്തെ വയസ്സിൽ അരുണാചല കുന്നുകളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ദൈവിക അനുഭവം ഉണ്ടായത്രേ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിപ്ലോമയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും തന്റെ ഗുരുവിന്റെ മരണശേഷം 17ാം വയസ്സിൽ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിയെന്നും പറയുന്നു. 2000 തമിഴ്നാട്ടിൽ അദ്ദേഹം തന്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചു. ആളുകളെ തന്റെ വലയിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അതിശയോക്തി നിറഞ്ഞതും ആളെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ളതുമായിരുന്നു. മറ്റേതൊരു കള്ളസ്വാമിയെയും പോലെ തനിക്ക് പലതരം അത്ഭുത സിദ്ധികളുണ്ടെന്ന് അയാൾ ഭക്തരെ വിശ്വസിപ്പിച്ചു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മാറ്റാൻ തനിക്ക് കഴിയുമെന്ന് പ്രസംഗങ്ങളിൽ വലിയ വായിൽ അവകാശപ്പെട്ടു. പോരാത്തതിന് ഇംഗ്ലീഷിൽ യോഗയും ആത്മീയതയും പഠിപ്പിക്കാൻ തുടങ്ങി. ഇത് അഭ്യസ്തവിദ്യരായ ആളുകളെയും ചെറുപ്പക്കാരെയും ആകർഷിക്കാൻ സഹായിച്ചു. 2003 ആയപ്പോഴേക്കും ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹത്തിന് 1-ലധികം ആശ്രമങ്ങളായി. ബാംഗ്ലൂരിനടുത്തുള്ള നിത്യാനന്ദ ധ്യാനപീഠം എന്ന വലിയ ആശ്രമം ഉൾപ്പെടെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. കാലം ചെല്ലും തോറും ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി. അത് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി. 2010 ആയപ്പോഴേക്കും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ഡസൻ കണക്കിന് അമേരിക്കൻ നഗരങ്ങളിലും അദ്ദേഹത്തിന് ധ്യാന കേന്ദ്രങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിത്യാനന്ദ എന്ന ബ്രാൻഡ് വളരുകയായിരുന്നു. പക്ഷെ 2010 കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി. ആ വർഷമാണ് ഇന്ത്യയെ ഞെട്ടിച്ച ആ വീഡിയോ പുറത്തു വരുന്നത്. സന്യാസിയുടെ കാവി വേഷം ധരിച്ച് താനൊരു ബ്രഹ്മചാരിയാണെന്ന് അവകാശപ്പെട്ടിരുന്ന നിത്യാനന്ദ ഒരു തമിഴ് നടിയുമായി പ്രണയം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ പ്രചരിച്ചു. വാർത്താ ചാനലുകൾക്ക് അത് വലിയ ആഘോഷമായി. എന്നാൽ നടിയും സ്വാമിയും ഇത് നിഷേധിച്ചു. ആ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അതിൽ കാണുന്നത് തങ്ങളല്ലെന്നുമായിരുന്നു അവരുടെ വാദം. പക്ഷേ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുമായിരുന്നു അതിലെ ആ മനുഷ്യൻ സ്വാമി നിത്യാനന്ദ അല്ലാതെ മറ്റാരുമല്ലെന്ന്. ഒടുവിൽ 2017 ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വീഡിയോ പുറത്തു വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആശ്രമത്തിലെത്തുന്ന സ്ത്രീകളെ ആചാരപരമായി ശുദ്ധീകരണത്തിന്റെ പേരിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനായി ആരോടും ഒന്നും വെളിപ്പെടുത്തില്ല എന്ന കരാറുകളിൽ ഭക്തരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്നു. ആശ്രമത്തിൽ പോയ പല സ്ത്രീകളും ബലാത്സംഗ പരാതികളുമായി മുന്നോട്ട് വന്നു. ആശ്രമത്തിൽ കുട്ടികളെയും പീഡിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പതിയെ പുറത്തു വരാൻ തുടങ്ങി.
ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ നിത്യാനന്ദയുടെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു. താനൊരു ലൈംഗിക ശേഷിയില്ലാത്ത കന്യകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കള്ളം പറഞ്ഞ് അയാൾ ഒരുതരം ആത്മവിശ്വാസം നേടിയിരുന്നു അക്കാലം കൊണ്ട്. താൻ എന്ത് പറഞ്ഞാലും തന്റെ ഭക്തർ അത് കണ്ണുമടച്ച് വിശ്വസിക്കുമെന്ന് അയാൾ കരുതിയിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ വൈറലായതിനു ശേഷം തന്റെ 12ാം വയസ്സിൽ ശരീരത്തിൽ ഒരു ജനിതകമാറ്റം സംഭവിച്ചുവെന്നും അതുകൊണ്ട് താൻ പുരുഷനോ സ്ത്രീയോ അല്ല എന്നും അയാൾ അവകാശപ്പെട്ടത്. സത്യത്തിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ആരതി റാവു എന്ന സ്ത്രീയായിരുന്നു. അവരും ഒരു കാലത്ത് നിത്യാനന്ദയുടെ കടുത്ത ഭക്തയായിരുന്നു. 5 വർഷത്തോളം നിത്യാനന്ദ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് അമേരിക്കയിൽ താമസിച്ചിരുന്ന ആരതി റാവു ആരോപിച്ചു. ഈ വെളിപ്പെടുത്തലോടെയാണ് ആ കള്ളസ്വാമിയുടെ കഥയുടെ യഥാർത്ഥ തുടക്കം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു കാലത്തൊക്കെ ആളുകൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, കരിയറിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൂടിയേ തീരത്തുള്ളൂ. ഈ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ആർജിക്കേണ്ട ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന സ്കില്ല്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, സിനിമ പോലും എഡിറ്റ് ചെയ്യുന്ന അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ എന്നീ സോഫ്റ്റ്വെയറുകളുടെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന കോഴ്സുകൾ ഞാൻ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. 1000 രൂപയിൽ താഴെ മുടക്കി നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ സോഫ്റ്റ്വെയറുകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ 2 എണ്ണമോ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലെയും ലിങ്ക് പരിശോധിക്കുക. കുറ്റകൃത്യങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നീട് പുറത്തേക്ക് വന്നത്. ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നിത്യാനന്ദ ഹിമാചൽ പ്രദേശിലെ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് ഒളിവിൽ പോയി. പക്ഷെ പോലീസ് അയാളെ അവിടെ നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. 50 ദിവസത്തിലധികം അയാൾ ജയിലിൽ കിടന്നു. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇതോടെ നിത്യാനന്ദയുടെ കഥ തീരുമായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം കള്ളസ്വാമികളെ പിന്തുണയ്ക്കാൻ ആളുകൾക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ. ആശാറാം ബാപ്പു മുതൽ റാം റഹീം വരെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഭക്തർ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിത്യാനന്ദയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തി. തനിക്കെതിരായ നടപടിയെ ഹിന്ദു മതത്തിനും ഹിന്ദു സന്യാസിമാർക്കും നേരെയുള്ള ആക്രമണമായി അയാൾ വളരെ സമർത്ഥമായി അവതരിപ്പിച്ചു. അങ്ങനെ അയാളുടെ ബിസിനസ് വീണ്ടും പഴയ പടി തുടങ്ങി. എന്നാൽ 2014 ആശ്രമത്തിൽ വെച്ച് 24 വയസ്സുള്ള ഒരു യുവതി മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. നിത്യാനന്ദയുടെ ആശ്രമത്തിൽ 4 വർഷമായി ഉണ്ടായിരുന്ന 24 വയസ്സുകാരിയായ ശിഷ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആശ്രമം തന്റെ മകളെ പീഡിപ്പിച്ച് കൊന്നതാണെന്ന് അവളുടെ അമ്മ ആരോപിച്ചു. പക്ഷെ ഇതൊന്നും നിത്യാനന്ദയുടെ പ്രശസ്തിയെയും അധികാരത്തെയും കാര്യമായി ബാധിച്ചില്ല. അയാളുടെ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. തെലങ്കാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങി പല സംസ്ഥാനങ്ങളിലും അയാൾ സ്വന്തം പേരിൽ സ്വത്തുക്കൾ വാങ്ങി. പക്ഷെ പതിയെ ബലാത്സംഗ കേസുകളിൽ അധികാരികൾ അയാളെ ശിക്ഷിക്കുന്നതിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഈ കൊലപാതക ബലാത്സംഗ കേസുകളുടെ വിചാരണ ഒഴിവാക്കാൻ നിത്യാനന്ദ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഒടുവിൽ 2018 കേസിന്റെ വിചാരണ ആരംഭിച്ചു. അതേസമയം അയാൾ രാജ്യവിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. സാറ ലാൻഡ്രി എന്ന കാനഡയിൽ താമസിച്ചിരുന്ന ഒരു കടുത്ത ഭക്ത നിത്യാനന്ദയ്ക്ക് കാനഡയിൽ രാഷ്ട്രീയ അഭയം നേടാൻ സഹായിച്ചു. പക്ഷെ നിത്യാനന്ദയുടെ സ്കൂളിൽ കുട്ടികളെ പട്ടിണിക്കിടാറുണ്ട്, ഈ കുട്ടികൾ പരസ്പരം തല്ലിയാൽ പോലും ആരും ശ്രദ്ധിക്കാനില്ല, കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ സാറയുടെ അന്ധമായ ഭക്തിക്ക് കണ്ണു തുറന്നു. ആരോപണങ്ങളുടെ പട്ടിക നീളും തോറും നിത്യാനന്ദയുടെ കള്ളത്തരങ്ങളും വലുതായിക്കൊണ്ടിരുന്നു. 2018 സെപ്റ്റംബറിൽ 1 വർഷത്തിനുള്ളിൽ മൃഗങ്ങളെ തമിഴും സംസ്കൃതവും സംസാരിക്കാൻ പഠിപ്പിക്കാമെന്ന് പോലും അയാൾ പറഞ്ഞു. നമ്മുടെ കാളകളും പശുക്കളും നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കും, നിയമാനുസൃതമായി സംസ്കൃതത്തിലും തമിഴിലുമെന്ന് അയാൾ തന്റെ ഭക്തരോട് പറഞ്ഞു. മൃഗങ്ങളെ പഠിപ്പിക്കാൻ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തു എന്നതായിരുന്നു അയാളുടെ അവകാശവാദം. മറ്റൊരു സന്ദർഭത്തിൽ രാജീവ് മൽഹോത്രയുമായി അയാൾ വിചിത്രമായ ഒരു ബിസിനസ് ആശയം മുന്നോട്ട് വെച്ചു. ബിൽ ഗേറ്റ്സിനും വാറൻ ബഫറ്റിനും വേണ്ടി തന്റെ കയ്യിലുള്ള ഒരു നിർദ്ദേശമുണ്ടെന്നും അയാൾ പറഞ്ഞു. നിർദ്ദേശം ഇതാണ്: നമ്മൾ ബിൽ ഗേറ്റ്സിന്റെ അടുത്ത് പോയി പറയുന്നു, നിങ്ങളുടെ കയ്യിൽ $100 ബില്യൺ ഉണ്ട്, അതിൽ 50 ബില്യൺ നിങ്ങൾ ഞങ്ങളുടെ ട്രസ്റ്റിൽ തരണം. നിങ്ങളുടെ അടുത്ത ജന്മത്തിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി ഇത് തിരികെ നൽകാം, കാരണം നിങ്ങൾ ഒരു പാവപ്പെട്ടവനായി ജനിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ആത്മാക്കളെ GPS ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് അടുത്ത ജന്മത്തിൽ എവിടെയാണ് ജനിക്കുന്നതെന്ന് കണ്ടെത്താമെന്നും അവിടെ ചെന്ന് പണം തിരികെ നൽകാമെന്നും അയാൾ പറഞ്ഞു. ഈ സേവനത്തിന് 25% കമ്മീഷൻ. ഇനി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജനിക്കണമെങ്കിൽ ഫീസ് 50% ആകുമെന്നും അയാൾ പറഞ്ഞു. ആളുകളെ കബളിപ്പിച്ച് അയാൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം വന്നിരുന്നു എന്ന് നോക്കുക. ബിൽ ഗേറ്റ്സിനെയും മുകേഷ് അംബാനിയും വരെ പറ്റിക്കാമെന്ന് അയാൾ കരുതി. ആൽബർട്ട് ഐൻസ്റ്റീന്റെ E=mc² എന്ന ഫോർമുല തെറ്റാണെന്നും നിത്യാനന്ദ പ്രഖ്യാപിച്ചു. അയാളുടെ അവകാശവാദങ്ങൾ ചിരിക്കാനുള്ള വക നൽകുന്നവ മാത്രമായിരുന്നില്ല, ചിലതൊക്കെ പേടിപ്പെടുത്തുന്നവയുമായിരുന്നു. ഈ വലിയ അവകാശവാദങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിത്യാനന്ദയുടെ സാമ്രാജ്യം തകരുകയായിരുന്നു. 2019 നിത്യാനന്ദയുടെ വലിയ ഭക്തനായ തമിഴ്നാട്ടിലെ ജനാർദ്ദൻ ശർമ്മ തന്റെ പ്രായപൂർത്തിയാകാത്ത 2 പെൺമക്കളെ അഹമ്മദാബാദിലെ ആശ്രമത്തിൽ നിത്യാനന്ദ തടവിലാക്കിയിരിക്കുകയാണ് എന്ന് ആരോപിച്ചു. നിത്യാനന്ദക്കെതിരെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് കൂടി അങ്ങനെയായി. കോടതി 50-ൽ തവണ വിചാരണയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ ഹാജരായില്ല. 2019 നവംബറിൽ ഗുജറാത്ത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ആശ്രമത്തിലെത്തി. പക്ഷേ അവിടെ അയാളുടെ ഒരു പൊടി പോലും കണ്ടെത്താനായില്ല. പിന്നീട് മനസ്സിലായി നിത്യാനന്ദ രാജ്യം വിട്ടിരിക്കുന്നുവെന്ന്.
രാജ്യം വിട്ടതിനു ശേഷം നിത്യാനന്ദ ഒരു വീഡിയോ പുറത്തുവിട്ടു. അതിൽ താൻ സാക്ഷാൽ ശിവനാണെന്ന് അയാൾ അവകാശപ്പെട്ടു. ഇനി ആർക്കും എന്റെ അടുത്ത് എത്താൻ കഴിയില്ലെന്നും താൻ പരമശിവനാണെന്നുള്ള സത്യം വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ഒരു വിഡ്ഢി കോടതിക്കും തനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നും അയാൾ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2019 ഡിസംബറിൽ താൻ കൈലാസ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചതായി നിത്യാനന്ദ പ്രഖ്യാപിച്ചു. ഹിന്ദു നാഗരികതയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് താൻ സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് നിത്യാനന്ദ അവകാശപ്പെട്ടു. അതെ, പഴയ സ്ക്രിപ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് പറഞ്ഞ് അവരുടെ കച്ചവടം നടത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കള്ളസ്വാമിക്ക് ആയിക്കൂടാ? തെക്കേ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിനടുത്തുള്ള ഒരു ദ്വീപ് നിത്യാനന്ദ വിലയ്ക്ക് വാങ്ങി അവിടെയാണ് തന്റെ പുതിയ രാജ്യം സ്ഥാപിച്ചതെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിന്റെ പേരാണ് തന്റെ രാജ്യത്തിന് നൽകിയതെന്നും അയാൾ പറഞ്ഞു. ഇത് അന്താരാഷ്ട്ര വാർത്തയായപ്പോൾ ഇക്വഡോർ സർക്കാർ ഇത് നിഷേധിച്ചു. നിത്യാനന്ദ തങ്ങളുടെ രാജ്യത്ത് വന്നിരുന്നു, അഭയം തേടിയിരുന്നു. പക്ഷേ തങ്ങൾ അഭയം നൽകിയില്ലെന്നും അയാൾ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തില്ലെന്നും ഇക്വഡോർ സർക്കാർ വ്യക്തമാക്കി. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു, സ്വാമി നിത്യാനന്ദ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു? മണി കൺട്രോളിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിത്യാനന്ദ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്കാണ്. നേപ്പാളിൽ നിന്ന് ഒരു വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അതുപയോഗിച്ച് അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് പ്രവാസി ഇന്ത്യക്കാരെ കണ്ട് കൈലാസയ്ക്ക് വേണ്ടി പണ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയിലും കാനഡയിലും അയാൾക്ക് അന്ധരായ ധാരാളം ഭക്തന്മാരുണ്ടായിരുന്നു. ഹിന്ദു നാഗരികതയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചും ഹിന്ദുക്കൾ അപകടത്തിലാണെന്നതിനെക്കുറിച്ചുമുള്ള സംസാരത്തിൽ ചിലർ വീണുപോയി. അവർ ലക്ഷക്കണക്കിന് രൂപ സംഭാവന നൽകി. എങ്ങനെയാണ് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വീണുപോകാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര നീചനായ കൊലപാതകിയോ ബലാത്സംഗിയോ തീവ്രവാദിയോ ആകട്ടെ, അവർ തങ്ങളുടെ ഹിന്ദു മതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ഹിന്ദു വിരുദ്ധരാണെന്നും പറഞ്ഞാൽ മാത്രം മതി അവരെ രക്ഷിക്കാനും പണം നൽകാനും ആളുകൾ തയ്യാറാകുന്നു. ഇതേ തന്ത്രം ഉപയോഗിച്ചാണ് അയാൾ നിരവധി ആളുകളെ കബളിപ്പിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ US, UK, ഏഷ്യ എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 13 NGOകൾ സ്ഥാപിക്കപ്പെട്ടു. അതിൽ 10 US മാത്രമായിരുന്നു. ഈ NGOകളിൽ നിന്നുള്ള സംഭാവനകൾ പിന്നീട് അദ്ദേഹത്തിന്റെ രാജ്യമായ കൈലാസയുടെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഉപയോഗിച്ചു. ഈ പണം ഉപയോഗിച്ച് നിത്യാനന്ദ കൈലാസയുടെ അടിത്തറ സ്ഥാപിക്കുകയും അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും കൈലാസയുടെ ശക്തമായ സാന്നിധ്യം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഡിജിറ്റലായി ഒരു യഥാർത്ഥ രാജ്യത്തിന് ഉള്ളതെല്ലാം കൈലാസയ്ക്ക് നൽകി. അതായത് സ്വന്തമായ പതാക, ഭരണഘടന, പാസ്പോർട്ട്, ചിഹ്നം, ദേശീയഗാനം. അവരുടെ വെബ്സൈറ്റ് വളരെ പ്രൊഫഷണലായി നിർമ്മിച്ചതാണ്. അതിൽ പറയുന്നത് അവരുടെ പാസ്പോർട്ട് 11 മാനങ്ങളിലേക്കും 11 ലോകങ്ങളിലേക്കും കൈലാസയിലേക്കും സൗജന്യ പ്രവേശനം നൽകുമെന്നാണ്. പിന്നീട് മറ്റു രാജ്യങ്ങളെ പോലെ കൈലാസ് സ്വന്തമായി സർവകലാശാല, ഒരു TV ചാനൽ, നിത്യാനന്ദ ടൈംസ് എന്ന പത്രം എന്നിവ ആരംഭിക്കുമെന്നും അവകാശപ്പെട്ടു. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ കൈലാസയ്ക്ക് സ്വന്തമായി ഒരു റിസർവ് ബാങ്കും കറൻസിയും ഉണ്ടെന്ന് കാണാം. കറൻസിയുടെ പേര് കൈലാസിയൻ ഡോളർ എന്നാണ്. ഓരോ കൈലാസിയൻ ഡോളറും 1 പവൻ സ്വർണത്തിന് തുല്യമാണെന്ന് അയാൾ അവകാശപ്പെട്ടു. തന്റെ രാജ്യത്തെ വത്തിക്കാൻ സിറ്റി പോലെ അവതരിപ്പിക്കാനാണ് നിത്യാനന്ദ ശ്രമിച്ചത്. കൈലാസയുടെ വെബ്സൈറ്റിൽ അതിനെ ഹിന്ദു മതത്തിന്റെ വത്തിക്കാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ പോലെ കൈലാസയുടെ സർക്കാരിനും ട്രഷറി, വാണിജ്യം, ഭവനം തുടങ്ങിയ വകുപ്പുകളുണ്ട്. വേദങ്ങൾ അടിസ്ഥാനമാക്കി ആകെ 18 വകുപ്പുകൾ. പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് കൈലാസ ഒരു പുതിയ വീടാണെന്നും എല്ലാവർക്കും ഈ രാജ്യത്തിന്റെ ഈ പൗരത്വം നേടാൻ അവസരം നൽകിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിൽ പറയുന്നു. സൗജന്യമായി ഏതാനും ക്ലിക്കുകളിലൂടെ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കും. പക്ഷെ ചില നിബന്ധനകളുണ്ട്. ഇതിനായി ഒരാൾ ഹിന്ദു ആയിരിക്കണം. ഖേദകരമെന്ന് പറയട്ടെ, അവരുടെ കണക്കനുസരിച്ച് 12 ദശലക്ഷത്തിലധികം ആളുകൾ ഈ രാജ്യത്തിന്റെ ഈ പൗരത്വം നേടാൻ അപേക്ഷിച്ചു. മതത്തിന്റെ പേരിൽ ആളുകളെ കബളിപ്പിക്കാൻ ഇത്ര എളുപ്പമാണോ? ഈ പൗരത്വം ഇലക്ട്രോണിക് പൗരത്വം. ഈ ഓൺലൈൻ പ്രസൻസ് കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. നിത്യാനന്ദ തന്റെ രാജ്യമായ കൈലാസയുടെ ഡിപ്ലോമാറ്റ്സിനെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ വിശ്വാസ്യത നേടാനായിരുന്നു ഇത്. ഈ ഡിപ്ലോമാറ്റ്സ് നിത്യാനന്ദയുടെ ഏറ്റവും കടുത്ത ഭക്തരായിരുന്നു. തെറ്റായ കഥകളും അവകാശവാദങ്ങളും അടിസ്ഥാനമാക്കി അവർ പല രാജ്യങ്ങളിലെയും ഓഫീസേഴ്സുമായി വിജയകരമായ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കൈലാസയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നുവെന്ന് വരുത്തി തീർത്തു. 2023 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു യോഗത്തിൽ വിജയപ്രിയ നിത്യാനന്ദ എന്ന സ്ത്രീയെ അയച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് അതിന്റെ പാരമ്യത്തിലെത്തിയത്. ഐക്യരാഷ്ട്രസഭയിലെ കൈലാസയുടെ സ്ഥിരം അംബാസിഡറായിട്ടാണ് അവർ സ്വയം അവതരിപ്പിച്ചത്. കൈലാസ ഹിന്ദുക്കൾക്കായുള്ള ആദ്യത്തെ പരമാധികാര രാജ്യമാണെന്നും ഇന്ത്യ നിത്യാനന്ദയെ പീഡിപ്പിക്കുകയാണെന്നും ആ സ്ത്രീ UN സമ്മേളനത്തിൽ പറഞ്ഞു. അതേപോലെ 2022 ഒക്ടോബറിൽ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിലെ ദീപാവലി പാർട്ടിയുടെ ബ്രോഷറിൽ കൈലാസയ്ക്ക് ഒരു മുഴുപേജ് പരസ്യമുണ്ടായിരുന്നു, നിത്യാനന്ദയുടെ ഫോട്ടോകൾ സഹിതം. നിത്യാനന്ദയുടെ ചില അനുയായികളും ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. 2023 ന്യൂജേഴ്സിയിലെ ഒരു പ്രധാന നഗരമായ നൊവാർക്കുമായി കൈലാസ ഒരു സിസ്റ്റർ സിറ്റി കരാറിൽ ഏർപ്പെട്ടു. ഒപ്പുവെക്കൽ ചടങ്ങിൽ നഗരത്തിലെ മേയറും സന്നിഹിതനായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇക്വഡോറിനടുത്തുള്ള ഒരു ഹിന്ദു ദ്വീപ് രാഷ്ട്രമാണ് കൈലാസ എന്ന് വിശ്വസിപ്പിച്ച് നിത്യാനന്ദയുടെ അനുയായികൾ ഈ ഉദ്യോഗസ്ഥരെ വിജയകരമായി കളിപ്പിച്ചു. ന്യൂജേഴ്സിയിലെ രാഷ്ട്രീയക്കാർ ഇത് പരിശോധിക്കാതെ അവർക്ക് സമ്മതം മൂളി. തീർച്ചയായും പിന്നീട് സത്യം വെളിപ്പെട്ടപ്പോൾ മേയർ ഈ കരാർ റദ്ദാക്കി. 2023 പരഗേ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെയും നിത്യാനന്ദയുടെ ഭക്തർ വിജയകരമായി കളിപ്പിച്ചു.
ആ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച ശേഷം കൈലാസയുമായി ഒരു ധാരണാപത്രം ഒപ്പുവെപ്പിച്ചു. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ കൈലാസയ്ക്ക് അംഗീകാരവും സ്ഥാനവും നേടാൻ ഫറോഖെ സഹായിക്കാൻ ശ്രമിക്കുമെന്ന് ഒരു വ്യവസ്ഥ അതിലുണ്ടായിരുന്നു. പിന്നീട് ഈ വാർത്ത പരസ്യമായപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആമസോണിലെ ഭൂമി തട്ടിപ്പാണ് പിന്നീട് വന്ന ഏറ്റവും വലിയ വാർത്ത. സുഹൃത്തുക്കളെ, ഇത് നിത്യാനന്ദയുടെ അനുയായികൾ ഹിന്ദു മതത്തിന്റെ പ്രതിനിധികളാണെന്ന് അവകാശപ്പെട്ട് ലോകത്തെ മുഴുവൻ എങ്ങനെയാണ് കബളിപ്പിക്കുന്നതിന്റെ ഒരു സൂചന നൽകുന്നു. ക്രമേണ അവർക്ക് ആത്മവിശ്വാസം കൂടി. അവർ ശരിക്കും തങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടു. ഈ അന്താരാഷ്ട്ര മീറ്റിങ്ങുകൾക്കും ശക്തമായ ഓൺലൈൻ പ്രസൻസിന് ശേഷം കൈലാസ രാഷ്ട്രത്തിന് ഒരേ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഭൂമി ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഭൂമി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2023 കൈലാസയിലെ അംഗങ്ങൾ വിനോദസഞ്ചാരികളായി നടിച്ച് തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിലേക്ക് പോയി. അവിടെ ആമസോൺ മഴക്കാടുകളിൽ താമസിക്കുന്ന ചില നാട്ടുകാരെ പ്രലോഭിപ്പിച്ച്, ട്രൈബൽസിനെ പ്രലോഭിപ്പിച്ച് അവരുടെ ഭൂമി കൈക്കലാക്കാൻ ശ്രമിച്ചു. ഇതിനു മുൻപ് ബൊളീവിയൻ പ്രസിഡന്റ് ലൂയിസ് ആസയുമായി ഒരു ഫോട്ടോ എടുക്കുന്നതിൽ കൈലാസയിലെ അംഗങ്ങൾ വിജയിച്ചിരുന്നു. ഇത് അവർക്ക് ഈ തട്ടിപ്പ് നടത്താൻ ഹെൽപ്ഫുള്ളായി. കാട്ടുതീയെ നേരിടാൻ സഹായിക്കാമെന്ന വാഗ്ദാനവുമായാണ് കൈലാസയിലെ അംഗങ്ങൾ അവിടെ എത്തിയതെന്ന് പെഡ്രോ ഗ്വാസ്റ്റിഗോ എന്ന ഗോത്രവർഗ അംഗം വെളിപ്പെടുത്തി. അതിനുശേഷം അവരുടെ ഭൂമി പാട്ടത്തിനെടുത്തതിനെ കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. പെഡ്രോയുടെ ഗോത്രം അവർക്ക് 25 വർഷത്തെ പാട്ടത്തിന് ഭൂമി നൽകാൻ തയ്യാറായിരുന്നു. പകരമായി കൈലാസയിലെ അംഗങ്ങൾ അവർക്ക് ഓരോ വർഷവും $2 ലക്ഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. പാട്ടത്തിനെടുക്കുന്ന ഭൂമി ന്യൂഡൽഹിയുടെ 3 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. എന്നാൽ കൈലാസയിലെ അംഗങ്ങൾ ഒപ്പിടാനായി പാട്ടക്കരാർ കൊണ്ടുവന്നപ്പോൾ അത് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്. പാട്ടം 25 വർഷത്തേക്കായിരുന്നില്ല, മറിച്ച് കരാർ പ്രകാരം അത് 1000 വർഷത്തേക്കായിരുന്നു. കൂടാതെ ഈ പ്രദേശങ്ങളിൽ കൈലാസയ്ക്ക് പൂർണ്ണ പരമാധികാരവും സ്വയംഭരണവും ലഭിക്കുമെന്ന് ഈ കരാറിൽ പരാമർശിച്ചിരുന്നു. വ്യോമാതിർത്തി മുതൽ ഭൂമിക്ക് അടിയിൽ വരെ അവിടെയുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും കൈലാസയുടേതായിരിക്കും. അതുമാത്രമല്ല, കൈലാസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ബൊളീവിയയിൽ താമസിക്കുന്ന ആമസോൺ ഗോത്രവർഗ്ഗക്കാർ കൈലാസയെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അതിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്തുകയും ഐക്യരാഷ്ട്രസഭയിൽ ചേരാൻ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ കള്ളസ്വാമി ആളുകളെ കബളിപ്പിക്കാനും വിഡ്ഢികളാക്കാനും എത്രത്തോളം പ്രാപ്തനായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബൊളീവിയൻ പത്രത്തിന്റെ പത്രപ്രവർത്തകർ ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് തട്ടിപ്പ് വെളിച്ചത്ത് വന്നത്. അന്വേഷണത്തിൽ 3 ഗോത്രവർഗ ഗ്രൂപ്പുകളിൽ നിന്ന് 4,80,000 ഹെക്ടർ ഭൂമി കൈലാസ പാട്ടത്തിനെടുത്തിട്ടുണ്ടെന്ന് പത്രം കണ്ടെത്തി. ഈ തട്ടിപ്പിന്റെ കൃത്യമായ വിവരങ്ങൾ എല്ലാ ബൊളീവിയൻ പൗരന്മാർക്കും മുമ്പിൽ അവർ അവതരിപ്പിച്ചു. തൽഫലമായി ബൊളീവിയൻ സർക്കാർ ഈ പാട്ടക്കരാറുകൾ അസാധുവാക്കി കൈലാസയുമായി ബന്ധമുള്ള 20 പേരെ അറസ്റ്റ് ചെയ്തു. അവരെ കൈലാസയിലേക്ക് അയക്കുന്നതിന് പകരം അവരുടെ യഥാർത്ഥ സ്വദേശങ്ങളിലേക്ക് നാടുകടത്തി. ഈ കൈലാസ തട്ടിപ്പിനിടയിലും നിത്യാനന്ദ അസംബന്ധം പറയുന്നത് നിർത്തിയില്ല. 2020 അദ്ദേഹം പറഞ്ഞു, ഭൂമി പൊള്ളയാണെന്നും അതിനുള്ളിൽ ഒരു അന്യഗ്രഹ നാഗരികത ജീവിക്കുന്നുണ്ടെന്നും അയാൾ അവകാശപ്പെട്ടു. താൻ മറ്റൊരു ലോകത്ത് നിന്നുള്ള ഒരു അന്യഗ്രഹ ജീവിയാണെന്നും ഭൂമിയുടെ കേന്ദ്രത്തിലെ ആ അന്യഗ്രഹ നാഗരികതയ്ക്കൊപ്പമാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്നും നിത്യാനന്ദ അവകാശപ്പെട്ടു. ലോകത്തിന് തന്നെ ആവശ്യമെന്ന് തോന്നിയപ്പോൾ താൻ പുറത്തു വന്നതാണത്രേ. അതുമാത്രമല്ല, മറ്റൊരു പ്രസംഗത്തിൽ താൻ 300 കോടി ആളുകൾക്ക് സിദ്ധികൾ നൽകുമെന്നും ആളുകൾക്ക് 2 കണ്ണുകൾക്ക് പകരം 3 കണ്ണുകൾ നൽകുമെന്നും അയാൾ അവകാശപ്പെട്ടു. അതേപോലെ മറ്റൊരു വീഡിയോയിൽ കൈലാസയിൽ അന്യഗ്രഹ ജീവികൾക്ക് ഇറങ്ങാൻ ഒരു കോസ്മിക് എയർപോർട്ട് നിർമ്മിക്കുമെന്നും അയാൾ അവകാശപ്പെട്ടു. ഇന്ന് നിത്യാനന്ദയുടെയും കൈലാസയുടെയും തട്ടിപ്പുകൾ ലോകത്തിന് മുൻപിൽ വെളിച്ചത്ത് വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഇവർ ഇക്വഡോറിനടുത്ത് ഒരു ദ്വീപും വാങ്ങിയിട്ടില്ല. കൈലാസ എന്ന രാജ്യം ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് എക്കാലത്തും നിലനിന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ. നിത്യാനന്ദയും അനുയായികളും ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു. അയാൾ വെബ്സൈറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ കൈലാസ ഒരു പ്രപഞ്ച അതിരുകളില്ലാത്ത രാഷ്ട്രമാണെന്ന് അതിൽ പരാമർശിച്ചിരിക്കുന്നു. അതേപോലെ ഒരു പ്രദേശത്തിന് പകരം ഒരു പ്രത്യേക ശാസ്ത്രത്തെയാണ് തങ്ങൾ പ്രതിനിധീകരിക്കുന്നതെന്ന് അവർ പറയുന്നു. ലോകമെമ്പാടും പരിഹസിക്കപ്പെട്ടതിനു ശേഷം കൈലാസ ഒരു ഭൗതിക സ്ഥലമാണെന്ന തന്റെ കള്ളങ്ങൾ ആരും ഗൗരവമായി എടുക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഹിന്ദു രാഷ്ട്രമാണെന്ന് അവർ പരാമർശിക്കുന്നത്. ഡിജിറ്റലായി മാത്രം നിലനിൽക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം. 1933 മൊണ്ടെവീഡിയോ കൺവെൻഷൻ അനുസരിച്ച് ഒരു രാജ്യത്തിന് നിർവചിക്കപ്പെട്ട പ്രദേശം, സ്ഥിരമായ ജനസംഖ്യ, ഒരു സർക്കാർ, മറ്റു രാജ്യങ്ങളുമായി ബന്ധം പുലർത്താനുള്ള കഴിവ് എന്നിവയുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു രാജ്യമായി കണക്കാക്കൂ. കൈലാസയ്ക്ക് ഒരു പ്രദേശവുമില്ല, സ്ഥിരം ജനസംഖ്യയുമില്ല, നയതന്ത്രത്തിനുള്ള കഴിവുമില്ല. നിത്യാനന്ദയെ അടുത്ത് കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് അയാൾ വില കുറഞ്ഞ ഒരു മജീഷ്യൻ മാത്രമാണെന്നാണ്. ചില തന്ത്രങ്ങൾ കാണിച്ച് ആളുകളെ തന്റെ വലയിൽ വീഴ്ത്തുന്നു. അയാൾ ഒരു രാജ്യം സ്ഥാപിച്ചിട്ടില്ല. അയാൾക്ക് ധാരാളം പണം ലഭിക്കുന്നു. അതിനാൽ അയാൾക്ക് തന്റെ തട്ടിപ്പ് തുടരാൻ കഴിയും. അയാളുടെ തട്ടിപ്പിൽ അകപ്പെട്ട അന്ധരായ ഭക്തർ ഇപ്പോഴും അയാളുടെ അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നു. അയാൾ സ്വയം ശിവന്റെ അവതാരമെന്ന് വിളിക്കുന്നു. ചിലപ്പോൾ താൻ ശിവനാണെന്നും അവകാശപ്പെടുന്നു. ആരെയും മരിക്കാൻ അനുവദിക്കില്ലെന്ന് അയാൾ ഭക്തരെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ 2022 ഓഗസ്റ്റിൽ അയാൾക്ക് അസുഖം വന്നപ്പോൾ ചികിത്സയ്ക്കായി ശ്രീലങ്കയിൽ രാഷ്ട്രീയ അഭയം തേടി. 2022 ജൂൺ വരെ ഈ കള്ളസ്വാമി ഒളിവിലാണ്. അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. അയാളുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും പുതിയ വീഡിയോകൾ പതിവായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ലൈവ് സ്ട്രീമുകളുമുണ്ട്. ഒരു രാജാവിനെ പോലെ സിംഹാസനത്തിലിരുന്ന് സ്വയം ദൈവമായി അവതരിപ്പിച്ച് അജ്ഞാതമായ സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോകൾ. അവസാനമായി പറയാനുള്ളത്, ഇതുപോലുള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും സ്വയം നോൺ ബയോളജിക്കൽ എന്ന് വിളിക്കുന്ന അത്ഭുത സിദ്ധികളുണ്ടെന്ന് അവകാശപ്പെടുന്ന തങ്ങളുടെ തട്ടിപ്പുകൾ മറയ്ക്കാൻ മതത്തെ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരം തട്ടിപ്പുകളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.